Hello everyone, welcome to the course on Power Generation Transmission and Protection. We are discussing Module 2. In Module 2, today we enter into concept of self and mutual GMD and its associated numerical problems. Concept of self and mutual GMD. Okay, എന്താണ് സെൽഫ് ജി എം ഡി അല്ലെങ്കിൽ മ്യൂച്വൽ ജി എം ഡി എന്ന് പറയുന്ന ടേമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമുക്കറിയാം ഒരുപാട് കണ്ടക്ടേഴ്സ്, മൾട്ടിപ്പിൾ കണ്ടക്ടേഴ്സ് വരുന്ന സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻസ് കുറെ കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽഫ് ജി എം ഡി അല്ലെങ്കിൽ മ്യൂച്വൽ ജി എം ഡി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, 2 കണ്ടക്ടറോ 3 കണ്ടക്ടറോ അല്ല, ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ഒരു 3 ഫേസ് തന്നെ ഡബിൾ സർക്യൂട്ട് വരിക, 3 സർക്യൂട്ട് വരിക, അങ്ങനത്തെ ഒക്കെ സിസ്റ്റം വരുന്ന സമയത്ത് കാൽക്കുലേഷൻസ് കുറെ കൂടെ സിമ്പിൾ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽഫ് ജി എം ഡി അല്ലെങ്കിൽ മ്യൂച്വൽ ജി എം ഡി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിൽ ആദ്യ ഭാഗം സെൽഫ് ജി എം ഡി എന്നുള്ളതാണ്. സെൽഫ് ജി എം ഡി ഞാൻ ഡി എസ് എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡക്റ്റൻസിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഇൻഡക്റ്റൻസിന്റെ ഫോർമുല? 2 × 10⁻⁻7 × 1/4 പ്ലസ് ലോഗ് ഡി ബൈ ആർ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ ഞാൻ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 10⁻7 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ എനിക്ക് കിട്ടുന്നത്? 2 × 10⁻7 × 1/4 പ്ലസ് 2 × 10⁻7 × ലോഗ് ഡി ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, അതായത് 2 ടേം ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ സോളിഡ് കണ്ടക്ടറിന്റെ ഇന്റേണൽ ഫ്ലക്സ് കൊണ്ടുണ്ടാവുന്ന ഇൻഡക്റ്റൻസ് ആണ് ഇത് ഈ ഫസ്റ്റ് ടേം 2 × 10⁻7 × 1/4 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് ആക്ച്വലി ഈ സെൽഫ് അല്ലെങ്കിൽ മ്യൂച്വൽ ജി എം ഡി എന്നുള്ള കൺസെപ്റ്റ് വെച്ച് ഈ ടേമിനെ നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? അങ്ങനെ ചെയ്യണേ ഞാൻ എന്ത് ചെയ്യണം? ഈ സോളിഡ് കണ്ടക്ടറിന് പകരം നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താ വെച്ചാൽ ഹോളോ ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ. ഓക്കെ, തിൻ വാളുള്ള ഹോളോ സിലിണ്ടറിക്കൽ കണ്ടക്ടർ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കറണ്ട് എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ സർഫസിൽ മാത്രം കൺഫൈൻ ചെയ്യും. സോ ഇന്റേണൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇന്റേണൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് ഈ ടേം അങ്ങ് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം 2 × 10⁻7 ലോഗ് ഡി ബൈ ഡി എസ് ആണ്. ഓക്കെ, അതായത് ആറിന് പകരം ഞാൻ ഡി എസ് എന്ന് പറയുന്ന സെൽഫ് ജി എം ഡി എന്ന് പറയുന്ന ആ ഒരു ടേം വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ആക്ച്വലി ഡി എസ് എന്ന് പറയുന്നത് 0.7788 R ആണ്. ഓക്കെ, 0.7788 R ആണ്. അതായത് നമ്മൾ ആക്ച്വലി ഇന്റേണൽ ഫ്ലക്സിനെ ഒമിറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടേമിനെ ഒമിറ്റ് ചെയ്തിട്ടാണ് പുതിയ രീതിയിലോട്ട് ഇതിനെ മാറ്റി എഴുതുന്നത്. സോ ആ ഒരു കോമ്പൻസേഷന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ത് ഇവിടെ 0.788 R ആയിട്ട് മാറുന്നത്. സോ ഡി എസ് എന്നാണ് അടിയിൽ വരിക. ദാറ്റ് ഈസ് 0.7788 R എന്ന് കിട്ടും എനിക്ക്. ഓക്കെ, 2 × 10⁻7 ലോഗ് ഡി ബൈ ഡി എസ് എന്ന് കിട്ടി. അതിൽ ഡി എസ് ആണ് സെൽഫ് ജി എം ഡി. ഓക്കെ, അപ്പം ഇനി നമ്മളൊരു മ്യൂച്വൽ ജി എം ഡിയിലോട്ട് കയറുവാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? ഇറ്റ് ഈസ് ദ ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ഫ്രം വൺ കണ്ടക്ടർ ടു അതർ. 2 കണ്ടക്ടർ തമ്മിലുള്ള ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ആണ് മ്യൂച്വൽ ജി എം ഡി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് ഇക്വാലന്റ് ജോമെട്രിക്കൽ സ്പേസിംഗ് എന്നും കൂടെ വിളിക്കാൻ സാധിക്കും. ഓക്കെ, ഇക്വാലന്റ് ജോമെട്രിക്കൽ സ്പേസിംഗ്. ഓക്കെ, 2 കണ്ടക്ടറുള്ള ഒരു സിസ്റ്റമാണ് ആദ്യം നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 2 കണ്ടക്ടർ സിസ്റ്റത്തിൽ മ്യൂച്വൽ ജി എം ഡി എന്ന് പറയുന്നത്, മ്യൂച്വൽ ജി എം ഡിയെ ഡി എം എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ്. ഓക്കെ, 2 കണ്ടക്ടർ മാത്രമാണെങ്കിൽ മ്യൂച്വൽ ജി എം ഡി ഇറ്റ് ഈസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് ഡി. ഓക്കെ, ഇനി ഒരു സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ ആണെങ്കിൽ മ്യൂച്വൽ ജി എം ഡി എന്ന് പറയുന്നത് ഇക്വാലന്റ് ഇക്വിലാറ്ററൽ സ്പേസിംഗ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വട്ടം. എന്താണ് ഇക്വാലന്റ് ഇക്വിലാറ്ററൽ സ്പേസിംഗ്? D1 D2 D3 raised to 1/3. ദാറ്റ് ഈസ് മ്യൂച്വൽ ജി എം ഡി എന്ന് പറയുന്നത് D1 D2 D3 raised to 1/3 ആയിട്ട് എനിക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇനി 3 ഫേസ് ലൈൻ തന്നെ ഡബിൾ സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ലൈൻ. ആ കേസിൽ എന്ത് കാണും? 3 കണ്ടക്ടേഴ്സ് മാത്രമല്ല, പാരലായിട്ട് വേറെ 3 ഫേസ് ഉള്ള കണ്ടക്ടേഴ്സ് കാണും. ഓക്കെ, ആ കേസിൽ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു കണ്ടക്ടറിന്റെ മാത്രമാണെങ്കിൽ സെൽഫ് ജി എം ഡി എന്താണ്? 0.7788 R നമുക്ക് ഓൾറെഡി കിട്ടും. ഓക്കെ, അതുകൂടാതെ ഒന്നിന്റെ മാത്രം പോരാ, നമുക്ക് കോമ്പിനേഷന്റെയും കൂടെ കാണാം. ആദ്യം ഒരു ഫേസിലെ 2 കണ്ടക്ടർ എ ഡാഷ് എന്ന് പറയുന്ന കോമ്പിനേഷന്റെ സെൽഫ് ജി എം ഡി എന്തായിരിക്കും? ഏതൊക്കെ ടേമുകൾ വരും? ഒന്ന് ഡി എ ഇതിന്റെ മാത്രം. ഓക്കെ, പിന്നെയുള്ളത് ഡി എ ഡാഷ് ഇതിന്റെ മാത്രം.
പിന്നെ ഡി എ എ ഡാഷും പിന്നെ ഡി എ ഡാഷ് എയും തിരിച്ചങ്ങോട്ടുള്ളത് റേസ് ടു 1/4 വരും. അതാണ് DS1 എന്ന് പറയുന്നത്. അതുപോലെ കോമ്പിനേഷൻ ബി ബി ഡാഷിൻ്റെ DS2 എന്ന് ഞാൻ വിളിച്ചാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഒന്ന് ഡി ബി ബി പ്ലസ് പിന്നെ ഡി ബി ബി, അത് കൂടാതെ അതിൻ്റെ കൂടെ വരുന്നത് ഡി ബി ബി ഡാഷ്. ഓക്കെ, ബി ബി ഡാഷ് എന്ന് പറയുന്ന കോമ്പിനേഷൻ, അതുകൂടാതെ ഡി ബി ഡാഷ് അടുത്ത കോമ്പിനേഷൻ, പിന്നെ ബി ഡാഷ് ബി. ഓക്കെ, അപ്പം ബി ബി ഡാഷ് എന്ന് പറയുന്ന കോമ്പിനേഷൻ്റെ നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് GMD കിട്ടി, റേസ് ടു 1/4 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ സി സി ഡാഷ് ആണെങ്കിൽ എന്തായിരിക്കും മാറ്റം? DS3 ആണ്, ദാറ്റ് ഈസ് DCC ഡാഷ് DCC ഡാഷ് സി ഡാഷ് DC ഡാഷ് സി റേസ് ടു 1/4 എന്ന് കിട്ടും. സോ നമുക്ക് എന്താണ്? സെൽഫ് GMD ഓഫ് ഇൻഡിവിജ്വൽ കോമ്പിനേഷൻസ് കണ്ടു, DS1, DS2, DS3. ഓക്കെ, അപ്പം ഇക്വാലന്റ് സെൽഫ് GMD ഓഫ് വൺ ഫേസ് ചോദിച്ചാൽ എന്തായിരിക്കും? ഇതിൻ്റെ എല്ലാം റേസ് ടു 1/3 എടുത്താൽ പോരെ? അതായത് DS1, DS2, DS3 റേസ് ടു 1/3 ആണല്ലോ. അതല്ലേ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത്? D1, D2, D3 റേസ് ടു 1/3 ആയിരുന്നു നമ്മൾ പഠിച്ചത് ഇക്വാലന്റ് ഇക്വിലാറ്ററൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ D1, D2, D3ക്ക് പകരം ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ കിട്ടുന്നതാണ് DS1, DS2, DS2 റേസ് ടു 1/3 എന്ന് കിട്ടും എനിക്ക്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് കണ്ടുപിടിച്ചു? സെൽഫ് GMD കണ്ടുപിടിച്ചു. ഏത്? 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ലൈൻ്റെ കേസിൽ. മ്യൂച്വൽ GMD ആണെങ്കിൽ എന്താ സംഭവിക്കുക? എയും എയും തമ്മിലായിരിക്കില്ല, അവിടെ എയും ബിയും തമ്മിൽ, അതുപോലെ ബിയും സിയും തമ്മിൽ, പിന്നെ സിയും എയും തമ്മിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ മ്യൂച്വൽ GMD ബിറ്റ്വീൻ ഫേസസ് എ ആൻഡ് ബി കണ്ടുപിടിക്കും. അതുപോലെ മ്യൂച്വൽ GMD ബിറ്റ്വീൻ ഫേസസ് ബി ആൻഡ് സി കണ്ടുപിടിക്കും. അതുപോലെ മ്യൂച്വൽ GMD ബിറ്റ്വീൻ സി ആൻഡ് എയും കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ മൂന്നും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇക്വാലന്റ് മ്യൂച്വൽ GMD ചോദിച്ചാൽ DAB, DBC, DCA റേസ് ടു 1/3 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സെൽഫ് GMD ഫോർ എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ കണ്ടുപിടിച്ചു, മ്യൂച്വൽ GMD ഫോർ എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ കണ്ടുപിടിച്ചു. നമുക്ക് ഇതൊന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദ മ്യൂച്വൽ GMD എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ സ്പേസിംഗ് ആൻഡ് ഇറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഓഫ് ദ എക്സാക്ട് സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദ കണ്ടക്ടർ. അതായത് സ്പേസിങ്ങിന് മാത്രമാണ് മ്യൂച്വൽ GMD ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നേരെ നമ്മൾ മുന്നേ പഠിച്ച സെൽഫ് GMD എന്ന് പറയുന്ന ടേം എന്തിനായിരിക്കും ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ആക്ച്വലി സ്പേസിങ്ങിന് ഡിപ്പെൻഡഡ് അല്ല. അതെന്ന് പറയുന്നത് ആക്ച്വലി എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിൻ്റെ ഷേപ്പിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സെൽഫ് GMD എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻസ് നമ്മൾ നടത്തിയ റീപ്ലേസ്മെന്റ് കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ, അതനുസരിച്ച് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ഉണ്ട് ഇൻഡക്റ്റൻസിൻ്റെ. അതിനകത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി നമുക്ക് ഒറിജിനൽ ഇക്വേഷൻസ് ഒന്ന് മാറ്റി എഴുതി നോക്കാം. അതായത് ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ പെർ മീറ്റർ. ഓക്കെ, സിംഗിൾ ഫേസ് ലൈൻ്റെ കേസിലാണ് ആദ്യം പറയുന്നത്. അറിയാം, ഇക്വേഷൻ 2 × 10⁻⁷ ഇൻറ്റു ലോഗ് dm/ds ആണ്. ഓക്കെ, dm എന്താണ് സിംഗിൾ ഫേസ് ലൈൻ്റെ കേസിൽ? ഡിസ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആണല്ലോ, ദാറ്റ് ഈസ് d. ഓക്കെ, ds എന്താണ്? ഈസ് 0.7788. ഒറ്റ കണ്ടക്ടർ മാത്രമല്ലേ ഉള്ളൂ, ഒരു കണ്ടക്ടറിനെ മാത്രം പെർട്ടിക്കുലർ ആയിട്ട് കാണുമ്പോൾ. ഓക്കെ, സിംഗിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ ആണെങ്കിലോ ഇക്വേഷൻ മാറ്റമില്ല. dm എന്തായി? D1, D2, D3 റേസ് ടു 1/3 ആയി. ds 0.7788 ആറും കിട്ടി. ഓക്കെ, ഇനി ഡബിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ ആണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇൻഡക്റ്റൻസ് പെർ ഫേസ് പെർ മീറ്റർ എന്തായിരിക്കും? ഡബിൾ സർക്യൂട്ട് 3 ഫേസ് ലൈൻ ആണ്, മാറിയപ്പം dm എന്താണ്? DAB, DBC, DCA റേസ് ടു 1/3 കിട്ടി. DS1, DS2, DS3 റേസ് ടു 1/3 കിട്ടി. ഓക്കെ, ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നമുക്കിത് കണക്ട് ചെയ്ത് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.